നല്ല മാങ്ങാ ചമ്മന്തിയും ചൂട് ചോറും തൈരും ഇതിങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിച്ചാണ്ടല്ലോ. ഉഫ്, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഈ മാങ്ങ ഉണ്ടല്ലോ, ഇത് വാങ്ങിയതൊന്നുമല്ല, ഇവിടെ തോട്ടത്തിത്തെ മാങ്ങനെയാണ്. ഈ മാങ്ങയുടെ ഒരു മണം ഉണ്ടല്ലോ, ഉഫ്, നല്ല മണമാണ്. മാങ്ങ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ഇട്ടതാണ് ചമ്മന്തി ഉണ്ടാക്കണമെന്ന്. ചമ്മന്തികളുടെ പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് ഉണ്ടാക്കാൻ ഒരു പണി ഉണ്ടാവില്ല, എന്നാൽ കുറേ കറിയൊക്കെ ഉണ്ടായേക്കാളും ഭയങ്കര ടേസ്റ്റ് വരും. മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു പിടി മാങ്ങയില്ല, തേങ്ങ, 3 പച്ചമുളക്. ചമ്മന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ചീനമുളകാണ് അതിന്റെ ഒരു ഭംഗി. പക്ഷെ ചീനമുളക് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാങ്ങ കിട്ടിയ പാടെ തന്നെ കുറച്ച് പച്ചമുളക് ഞാൻ പറിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമാധാനത്തിന് കേട്ടോ. ഇനി അതിലേക്ക് പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താല് സംഭവം റെഡി. ഇനി നമ്മുടെ മെയിൻ സംഭവം വെളിച്ചെണ്ണ, അതും കൂടി ഒഴിച്ചെടുത്താല് സെറ്റ്. ഉണക്കച്ചെമ്മീൻ ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും അതും കൂടി കൂട്ടിയിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പം അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ അടിപൊളിയാണ്. നല്ല ചൂട് ചോറും മാങ്ങാ ചമ്മന്തിയും തൈരും ഒക്കെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിച്ചാണ്ടല്ലോ. ഊഫ്, ചമ്മന്തി ഇഷ്ടമുള്ളവരൊക്കെ ഈ നോമ്പെടുത്തിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. അപ്പോൾ താങ്ക് യു.